കണ്ണൂർ കൊളക്കോട് ലഹരിയുടെ ക്രൂരതയിൽ പൊലിഞ്ഞത് ഒരു അമ്മ. ലഹരിക്കടിമയായ മകൻ അമ്മയുടെ കഴുത്തറുത്താണ് കൊലപ്പെടുത്തിയത്. താന്നിക്കുന്നിലെ മടത്തിപ്പറമ്പ് തങ്കച്ചന്റെ ഭാര്യ ഗീതമ്മയാണ് ഇന്നലെ രാത്രി 10:30 സ്വന്തം മകന്റെ കൈകളാൽ കൊല്ലപ്പെട്ടത്. 25 വയസ്സുള്ള മകൻ ക്രിസ്റ്റി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഗീതമ്മയുമായുള്ള വാക്കുതർക്കത്തിനൊടുവിൽ കിടപ്പുമുറിയിൽ വെച്ചായിരുന്നു കൊലപാതകം. പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് നാട്ടിലെത്തിയതാണ് ക്രിസ്റ്റി. ബംഗളൂരുവിൽ BCA വിദ്യാർത്ഥിയായിരുന്ന ഇയാൾ ലഹരി മരുന്നിന് അടിമയാണ്. കൊലയ്ക്ക് ശേഷം അയൽവാസിയാണ് ക്രിസ്റ്റിയെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. എന്നെ ഇങ്ങനെയാക്കിയത് വീട്ടുകാരാണ്. ക്രിസ്റ്റി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതിനിടെ അയൽവാസിയായ KV നിപുനോട് പറഞ്ഞതാണ് ഇക്കാര്യം. അച്ഛനെയും കൊല്ലണമെന്ന് ക്രിസ്റ്റി പറഞ്ഞതായി നിപുൻ പോലീസിനോട് വെളിപ്പെടുത്തി. ഗീതമ്മയുടെ വീടിന് സമീപത്തായുള്ള ഇവരുടെ വാടക കെട്ടിടത്തിലെ താമസക്കാരനാണ് നിപുൻ. രാത്രി 10 മണിയോടെ ബഹളം കേട്ടതിനെ തുടർന്ന് വീട്ടിലേക്ക് ചെന്നെന്ന് നിപുൻ പറഞ്ഞു. ക്രിസ്റ്റിയെ കൂടാതെ ഗീതമ്മയുടെ സഹോദരന്മാരും അവിടെ ഉണ്ടായിരുന്നു. ഇവരെയും ക്രിസ്റ്റി ആക്രമിക്കാൻ തുടങ്ങുകയായിരുന്നു. ക്രിസ്റ്റിയെ പിടിച്ചു മാറ്റുമ്പോഴാണ് പെങ്ങളെ കൊന്നുവെന്ന് ഇവരിൽ ഒരാൾ പറഞ്ഞത്. അകത്ത് കയറി നോക്കിയപ്പോൾ ഗീതമ്മ കിടക്കയിൽ ചോരയിൽ കുളിച്ച് കിടക്കുകയായിരുന്നു. ഇതിനിടെ മറ്റൊരു അയൽവാസിയായ ദിലീപ് എത്തി പോലീസിനെയും ആംബുലൻസിനെയും വിളിച്ചു. അപ്പോഴേക്കും ക്രിസ്റ്റി ഇറങ്ങി പുറത്തേക്ക് പോയിരുന്നു. അപ്പനെ കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്രിസ്റ്റി പോയത്. നിബു പുറകെ അന്വേഷിച്ച് ചെന്നപ്പോൾ ക്രിസ്റ്റി അടുത്തുള്ള കടയിൽ ഇരിക്കുകയായിരുന്നു. അവനോട് സംസാരിച്ച് സമാധാനിപ്പിച്ച ശേഷം പോലീസ് സ്റ്റേഷനിൽ പോകാമെന്ന് പറഞ്ഞു. സ്റ്റേഷനിൽ കൊണ്ട് വിടാമോ എന്ന് അവൻ ചോദിച്ചു. ഉടനെ സ്കൂട്ടറിൽ കയറ്റി സ്റ്റേഷനിലെത്തിച്ചു. തന്നെ ഇങ്ങനെയാക്കിയത് വീട്ടുകാരാണെന്നും ഇനി അവർ ഉപദേശിക്കേണ്ട കാര്യമില്ലെന്നുമാണ് ക്രിസ്റ്റി പറഞ്ഞത്. ഇന്നലെ ലഹരി ഉപയോഗിച്ചോ എന്ന കാര്യം വ്യക്തമല്ല. എല്ലാം സ്വബോധത്തോടെയാണ് പറഞ്ഞത്. പഠനം ഉപേക്ഷിച്ച ശേഷം എറണാകുളത്തായിരുന്നു. വല്ലപ്പോഴും മാത്രമാണ് വീട്ടിൽ എത്തുന്നത്. ഇപ്പോൾ 1 മാസമായി നാട്ടിലുണ്ടെന്നും നിപുൻ പറഞ്ഞു. കൊലപാതകം നടക്കുന്ന സമയത്ത് ഗീതമ്മയുടെ ഭർത്താവ് തങ്കച്ചൻ സ്ഥലത്തില്ലായിരുന്നു. കേളകത്തും താന്നിക്കുന്നിലും ബ്യൂട്ടി പാർലറും ടൈലറിംഗ് ഷോപ്പും നടത്തുകയാണ് ഗീതമ്മ. ഗീതമ്മയുടെ മൃതദേഹം പേരാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ക്രിസ്റ്റിയെ കൂടാതെ ഗീതമ്മയ്ക്ക് ഒരു മകൾ കൂടെയുണ്ട്. പേരാവൂർ DYSP ചന്ദ്രമോഹൻ, കേളകം SHO ഇതിഹാസ് താഹ എന്നിവരുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു.